ആറാട്ടൻ എന്ന പേരിൽ സൈബർ താരമായ സന്തോഷ് വർക്കി വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. പതിവായി കാണുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പോലെ ആയിരുന്നില്ല സന്തോഷ് വർക്കിയുടെ വീഡിയോകൾ. മോഹൻലാൽ ചിത്രം ആറാട്ട് കണ്ടിറങ്ങിയ ശേഷം അദ്ദേഹം ആറാടുകയാണ് എന്ന സന്തോഷിന്റെ പരാമർശം അന്ന് കേരളക്കര ഏറ്റെടുത്തു. ആറാട്ടിന് റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് വർക്കി വൈറലായത്. കോവിഡ് നാളുകളിൽ മലയാള സിനിമയുടെ ഉയർത്തെഴുന്നേൽപ്പ് ആരംഭിച്ച കാലത്തായിരുന്നു ചിത്രത്തിന്റെ വരവ്. പിന്നെ വിവാദങ്ങളുടെ കൂടിയായി സന്തോഷ് വർക്കിയുടെ യാത്ര. ഇന്ന് തനിക്ക് ലഭിച്ച ആ പ്രശസ്തി കൊണ്ട് മാത്രം ദിവസേന നല്ലൊരു വരുമാനം നേടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അന്നത്തെ സന്തോഷിന്റെ പ്രതികരണം ശ്രദ്ധ നേടുകയും ആറാടുകയാണ് എന്ന പ്രയോഗം ആളുകൾ വൈറലാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സന്തോഷിനെ സോഷ്യൽ മീഡിയ ആറാട്ടൻ എന്ന് വിളിച്ചു തുടങ്ങിയത്. പിന്നീട് ഇയാൾ നൽകിയ അഭിമുഖങ്ങളിൽ നടി നിത്യ മേനോനെ തനിക്ക് വിവാഹം കഴിക്കണമെന്നും ക്രഷുണ്ടെന്നും പറഞ്ഞതും ചർച്ചയായിരുന്നു. പ്രധാന സിനിമാ റിലീസുകളുള്ള എറണാകുളത്തെ തിയേറ്ററുകളിൽ എല്ലാ ഒട്ടുമിക്ക വെള്ളിയാഴ്ചകളിലും സന്തോഷിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. സിനിമാ താരങ്ങളെ അസഭ്യം പറഞ്ഞും അപകീർത്തിപ്പെടുത്തിയും ഫേസ്ബുക്കിൽ കുറിപ്പുകൾ പങ്കുവച്ചതിനും വീഡിയോകൾ ചെയ്തതിനും നിരവധി തവണ പുലിവാല പിടിച്ചിട്ടുള്ള ആൾ കൂടിയാണ് സന്തോഷ് വർക്കി. ഇപ്പോഴിതാ സന്തോഷിന്റെ പുതിയൊരു വീഡിയോ ആണ് വൈറലാകുന്നത്. തന്റെ ബാങ്ക് ബാലൻസിനെ കുറിച്ചാണ് സന്തോഷ് സംസാരിക്കുന്നത്. 5.5 ലക്ഷം രൂപയിലധികമാണ് സന്തോഷ് വർക്കിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 5,61,821 രൂപ. ഓൺലൈൻ മീഡിയയ്ക്ക് ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് ബാങ്കിങ് ആപ്പിൽ കാണിച്ചു കൊടുക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം 5,61,821 രൂപ വളരെ ചെറിയ എമൗണ്ടാണ്. ഇത് എൻ്റെ ബാങ്ക് ബാലൻസ് ഒന്നുമല്ല, വെറുതെ ചിലവാക്കാനായി ഇട്ടിരിക്കുന്ന പൈസയാണെന്നും സന്തോഷ് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. വീഡിയോ വൈറലായതോടെ രസകരമായ കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമാക്കാരെ തെറി വിളിക്കാനും കോമാളിയാകാനും ഞങ്ങളും റെഡിയാണെന്നാണ് ചിലർ പറയുന്നത്. നമ്മളൊക്കെ കോമാളി എന്ന് വിളിച്ച് കളിയാക്കുന്ന ആറാട്ടണ്ണൻ്റെ ബാങ്ക് ബാലൻസ് 5.5 ലക്ഷം. നമ്മളൊക്കെ 10 കൊല്ലം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത്രയും സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റൂ. ഇന്ന് തൊട്ട് ഞാനും കോമാളിയാകാൻ പോവുകയാണ്. രാത്രി ലൈവ് വീഡിയോ തുടങ്ങണം. പിന്നെ രാഷ്ട്രീയക്കാരെയും പൊതുജനത്തെയും സിനിമാക്കാരെയും തെറി വിളിക്കണം. അങ്ങനെ ഞാനും അണ്ണനെ പോലെ പൈസക്കാരനാകും. ഒരു പണിക്കും പോകാൻ നടക്കുന്നവൻ്റെ അക്കൗണ്ടിൽ 5 ലക്ഷം. സ്വന്തമായി വീടും നാടും മറന്ന് ഗൾഫിൽ പോയി കഠിനപ്പണി എടുക്കുന്ന എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് 0. കാലത്തിൻ്റെ പോക്ക്. ചത്തുകുത്തി പണിയെടുത്തിട്ടും 500 രൂപ പോലും സേവിങ്സ് ഇല്ല. നമ്മളെപ്പോലുള്ളവർ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും. ആറാട്ടനെ പോലുള്ളവർ ആ റീച്ച് വിറ്റ് പണം സമ്പാദിക്കുമെന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടാൽ ഇത്രയധികം പണം സമ്പാദിക്കാൻ കഴിയുമെന്ന സംശയവും ചിലർക്കുണ്ട്. എന്നാൽ പണത്തിൻ്റെ ഉറവിടം എന്താണെന്ന് സന്തോഷ് വെളിപ്പെടുത്തിയിട്ടില്ല. അമ്മ മാത്രമാണ് സന്തോഷിനുള്ളത്. സഹോദരിമാർ വിവാഹിതരാണ്. വാർദ്ധക്യ സഹജമായ അവസ്ഥകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അമ്മയെ പരിപാലിക്കുന്നത് സന്തോഷാണ്. കുടുംബസ്വത്തിന്റെ പേരിൽ സഹോദരിയുമായി തർക്കമുള്ളതായി മുമ്പൊരിക്കൽ സന്തോഷ് വെളിപ്പെടുത്തിയിരുന്നു. ചില സിനിമകളിലും സന്തോഷ് ചെറിയ റോളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സന്തോഷിന്റെ പാത പിന്തുടർന്ന് അലിൻ ജോസ് പെരേര അടക്കം നിരവധി പേർ സിനിമ റിവ്യൂ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ആ ഒരു ട്രെൻഡ് തുടങ്ങി വെച്ചത് സന്തോഷ് വർക്കിയാണ്. എഞ്ചിനീയറായ സന്തോഷ് വർക്കി ഇപ്പോൾ ഫിലോസഫിയിൽ PhD ചെയ്യുകയാണ്.